നരേന്ദ്രമോദി മഹാനാണ്. ഞാൻ എന്നും മോദിയുടെ സുഹൃത്തായിരിക്കും. പിന്നെ എനിക്കിപ്പോൾ ഇപ്പോഴത്തെ ചില കാര്യങ്ങളിലാണ് എനിക്കൊരു അനിഷ്ടമുള്ളത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പ്രത്യേക ബന്ധമാണുള്ളത്. അതിലാർക്കും ഒരു ആശങ്കയും വേണ്ട. ട്രംപിൻ്റെ ഏറ്റവും പുതിയ പ്രസ്താവനയാണ്. ട്രംപിൻ്റെ സംബന്ധിച്ചിടത്തോളം ട്രംപ് സുസ്ഥിരമായൊരു നിലപാടുള്ള ഒരു രാഷ്ട്രീയ നേതാവല്ല. എന്തോ പറ്റിയിട്ടുണ്ട്. ഇതല്ല, ട്രംപ് എപ്പോഴും ട്രംപിൻ്റെ വ്യക്തിപരമായ ബിസിനസ് ഉണ്ട്. പാകിസ്ഥാനിൽ ട്രംപിന് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ട്രംപ് കുടുംബം ക്രിപ്റ്റോ കറൻസി ഒക്കെ ഉണ്ട്. ക്രിപ്റ്റോ കറൻസി ഉണ്ട്. ആ വ്യക്തിപരമായ ബിസിനസ്സിൻ്റെ ലാഭനഷ്ടങ്ങളാണ് അമേരിക്കയുടെ നയരൂപീകരണത്തിൽ ട്രംപിനെ സ്വാധീനിക്കുന്നത്. അമേരിക്കയുടെ താല്പര്യങ്ങൾ പോലും അല്ല. ഇന്നലെ ഈ ഹൊവാർഡ് ലുട്നിക് എന്ന് പറയുന്ന അമേരിക്കയുടെ ട്രേഡ് സെക്രട്ടറി ഒരു പ്രസ്താവന ഇറക്കി. 2 മാസത്തിനുള്ളിൽ മോദിയും ഇന്ത്യയും മാപ്പ് പറഞ്ഞ് തിരിച്ചെല്ലുമെന്നും പറഞ്ഞു. അത് അയാളുടെ ഈ പ്രസ്താവന വന്ന ഉടനെയാണ് ട്രംപ് പറയുന്നത് അങ്ങനെയൊന്നുമല്ല. അതായത് ട്രംപിൻ്റെ സംബന്ധിച്ചിടത്തോളം ട്രംപിനെ ഒരു രാജ്യത്തിൻ്റെ താല്പര്യത്തെക്കാൾ ഉപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് താല്പര്യങ്ങളാണ് പ്രാമുഖ്യമുള്ളത്. അദ്ദേഹം പാകിസ്ഥാനിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് സ്വാധീനമുള്ളത് മുനീറിനായതുകൊണ്ടാണ്. അസീം മുനീറിനായതുകൊണ്ടാണ് മുനീറിനെ അവിടെ വിളിച്ചിട്ട് മുനീറിന് ഭക്ഷണം കൊടുത്തത് ഉച്ചക്ക്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇപ്പം പെട്ടെന്നൊരു മനംമാറ്റത്തിന് എന്താ കാര്യം? ഇപ്പം മനംമാറ്റത്തിനെന്ന് വെച്ചാൽ വേറെ തരത്തിലുള്ള എവിടെയെങ്കിലും ഇത് ക്ലാഷ് വന്നിട്ടുണ്ടാവും. മറ്റൊന്നുകൂടി പറഞ്ഞിട്ടുണ്ട് കളിയാക്കുന്ന പോലെ, ഇന്ത്യ അങ്ങനെ റഷ്യയും ചൈനയൊക്കെ ആയിട്ടൊന്നും ഒത്തുപോകട്ടെ. അല്ല, അങ്ങനെയല്ല. ഏഷ്യ ഒരു വലിയ സാമ്പത്തിക സൈനിക ശക്തിയായിട്ട് ഉദയം ചെയ്യുന്നു എന്നുള്ളതിൽ എല്ലാ പാശ്ചാത്യ രാജ്യങ്ങളെപ്പോലെ അമേരിക്കയ്ക്കും ആശങ്കയുണ്ട്. ഇപ്പോൾ കളിച്ച് ഈ നിതാന്ത ശത്രുതയിലുണ്ടായിരുന്ന ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ അടുപ്പമുണ്ടാകുന്നു. പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ പദ്ധതികളും, പാകിസ്ഥാൻ ചൈന സാമ്പത്തിക ഇടനാഴിയിൽ നിന്ന് ചൈന പിന്മാറുന്നു. ഇന്ത്യക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇന്ത്യയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് ചൈന പാകിസ്ഥാനുമായിട്ടുള്ള വലിയ കൊട്ടിഘോഷിക്കപ്പെട്ട കോടികളുടെ പദ്ധതിയാണ്. അതായത് $60 ബില്യൺ പദ്ധതിയാണ്. കുറേ അവിടെ മുടക്കി, ഇനിയില്ല, ഞങ്ങൾ പിന്മാറുന്നു എന്ന് ചൈന പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ചൈനയും ഇന്ത്യയും തമ്മിൽ കൂടുതൽ അടുക്കുന്നത്, അതിന് പല കാരണങ്ങളുണ്ട്. അടുക്കുന്നതിൽ റഷ്യക്ക് ഇപ്പോൾ ഒരു ഭയമുണ്ട്, അമേരിക്കയ്ക്ക് ഒരു ഭയമുണ്ട്. ഈ പാകിസ്ഥാൻ ഇപ്പോൾ ഒരു പാകിസ്ഥാനല്ല. പാകിസ്ഥാൻ പല പാകിസ്ഥാനുകളായി തിരിഞ്ഞു കഴിഞ്ഞ് ബലൂചിസ്ഥാൻ വേറെയാണ്, വസീറിസ്ഥാൻ വേറെയാണ്, റാവൽപിണ്ടി വേറെയാണ്, പഞ്ചാബ് വേറെയാണ്. 5 ചെറിയ രാജ്യങ്ങളായി തിരിഞ്ഞു കഴിഞ്ഞു അവിടെ. അപ്പോൾ അതിൽ ഓരോരുത്തരും അവരവർക്ക് താല്പര്യമുള്ള രംഗത്താണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ പഞ്ചാബ് മേഖലയിലാണ് ഷെരീഫ് കുടുംബത്തിന് കുറച്ച് താല്പര്യമുണ്ട്. അവർ പഞ്ചാബികളാണല്ല, താല്പര്യമുണ്ട്. പക്ഷേ ഉത്തര വസീറിസ്ഥാൻ പ്രദേശത്ത് ഒരു പുതിയ ടെറർ ഗ്രൂപ്പ് തന്നെ വന്നിട്ട് അവർ ആധിപത്യം കയ്യേറി. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ മറ്റേ അബോറിജിനൽസ് ഉണ്ട്, അവിടുത്തെ ആദിവാസികൾ. ആ ആദിവാസികളെ കൊന്നൊടുക്കുന്ന സമീപനമാണ് പാകിസ്ഥാൻ്റെ. അതിനെതിരെ റിവോൾട്ടുമായിട്ട് അവർ വന്നേക്കുക. അവർ റിവോൾട്ടുമായിട്ട് വന്നിരിക്കുന്നു. 2 ആക്രമണങ്ങൾ നടത്തി, 10-24 പട്ടാളക്കാരെ കൊന്നു. പക്ഷേ അവിടെ വേറൊരു കാര്യം ഉണ്ടായി, സാർ ശ്രദ്ധിച്ചോന്നറിയില്ല. ISPR, ഇന്റർസ്റ്റേറ്റ് പബ്ലിക് റിലേഷൻസ് എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ഔദ്യോഗിക പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഇന്നലെ സ്റ്റേറ്റ്മെന്റ് ഇറക്കി. ഈ വസീറിസ്ഥാനിലെ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പുതിയ സംഘടന ഇന്ത്യയുടെ പ്രോക്സിയാണ്, ഇന്ത്യയാണ് അതിന്റെ പിന്നിൽ. അതിപ്പോൾ അവിടെ എവിടെ ബോംബ് പൊട്ടിയാലും ഉടനെ തന്നെ ഇന്ത്യയാണെന്ന് ഇവർ പറഞ്ഞുകൂടി അങ്ങോട്ട് കാര്യം കുറേ. ഇത് അങ്ങനെയല്ല. ഇത് കാരണം വാളെടുക്കുന്നവൻ വാളാൽ. ആരാണ് ഒസാമ ബിൻ ലാദന് അഭയം കൊടുത്തുകൊണ്ട് ടെറർ ഗ്രൂപ്പുകൾക്ക് പ്രൊട്ടക്ഷൻ ഷെൽട്ടർ ഒരുക്കി കൊടുത്ത രാജ്യം ലോകത്താരാണ്? പാകിസ്ഥാനാണ്. ടെറർ ഗ്രൂപ്പുകൾക്ക് ഷെൽട്ടർ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ടെറർ ഗ്രൂപ്പിൻ്റെ കൈകൊണ്ടായിരിക്കും ആ രാജ്യത്തിൻ്റെ അന്ത്യം. കാരണം ടെറർ ഗ്രൂപ്പുകൾ ഒരിക്കലും ഒരു ക്രമത്തിലും സമാധാനത്തിലും വിശ്വസിക്കാത്തവരാണ്. രാജ്യം നിലനിൽക്കണമെങ്കിൽ ക്രമവും സമാധാനവും വേണം. അപ്പോൾ ഈ ടെറർ ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവിടെ വന്നേക്കണ പുതിയ ടെറർ ഗ്രൂപ്പ്. അതിൻ്റെ പേരെന്താണ്? ഒരു പുതിയ ടെറർ ഗ്രൂപ്പാണ് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത്. അത് അല്ലല്ല, എന്താണ്? ഇത്തിഹാദ് ഉൾ മുജാഹിദ്ദീൻ എന്നാണ്. അതാണ് ILM. ഇത് 2004 അവിടെ ആരംഭിച്ചതാണ്. 2004 ആരംഭിച്ചിട്ട് ഇത് ക്ലച്ച് പിടിച്ചില്ല. പക്ഷേ ഇപ്പോഴെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പം അവിടുത്തെ ഏറ്റവും ഈ വസീറിസ്ഥാൻ പ്രദേശത്ത്, ഉത്തര വസീറിസ്ഥാൻ പ്രദേശത്ത് ഏറ്റവും ശക്തമായ ടെറർ ഗ്രൂപ്പായിട്ട് ഇവർ മാറി. ബലൂചിസ്ഥാനിൽ വേറൊരു ടെറർ ഗ്രൂപ്പാണ് ഉള്ളത്. ഈ മുനീറിന് സ്വാധീനമുള്ള റാവൽപിണ്ടി മേഖലയാണെന്ന് തോന്നുന്നു. ആ റാവൽപിണ്ടി മേഖലയിൽ സൈന്യം തന്നെ ഒരു ടെറർ ഗ്രൂപ്പായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിവിധ ടെറർ ഗ്രൂപ്പുകളുടെ കയ്യിലേക്ക് പാകിസ്ഥാൻ ചെതറിപ്പോവുകയാണ്. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെറർ ഗ്രൂപ്പുകൾക്ക്, IS ഗ്രൂപ്പുകൾക്ക്, ഇസ്ലാമിക് സ്റ്റേറ്റിനും ഇസ്ലാമിക് ടെറർ ഗ്രൂപ്പുകൾക്കും അഭയസ്ഥാനം ഒരുക്കി കൊടുത്ത രാജ്യമാണ് പാകിസ്ഥാൻ. ആ രാജ്യം ടെറർ ഗ്രൂപ്പുകളുടെ തമ്മിലടി കൊണ്ടായിരിക്കും ഇന്ന് നശിക്കാൻ പോകുന്നത്. അവർ വിതച്ചത് അവർ കൊയ്യുന്നു. നമുക്കൊന്നും പറയാനില്ല അതിനകത്ത്. ഇത് മുൻകൂട്ടി കണ്ട ചൈന അതിൽ നിന്ന് പിന്മാറുകയാണ്. കാരണം ഇനി രക്ഷയില്ല. കാരണം ബലൂചിസ്ഥാനിൽ പോകാൻ നിവൃത്തിയില്ല. അവിടെ ചെല്ലുന്ന ഒരു 24ഓളം ചൈനയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ കൊല്ലപ്പെട്ടു. ചൈനയ്ക്ക് ഇതിപ്പോൾ അവരുടെ ഉദ്യോഗസ്ഥന്മാരും കൊല്ലപ്പെടുന്നു, അവരുടെ പണവും പോകുന്നു. പാകിസ്ഥാൻ്റെ ആഭ്യന്തര പ്രശ്നത്തിൽപ്പെട്ടിട്ട് ചൈന എന്തിന് നഷ്ടം സഹിക്കണം? മാത്രമല്ല പാകിസ്ഥാൻ വല്ലാതെ അമേരിക്കൻ പക്ഷത്തേക്ക് ചായ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളണം, ഇന്ത്യ പോലുള്ളൊരു രാജ്യത്തിൻ്റെ മാർക്കറ്റ്, വിപണിയെ അവഗണിക്കാൻ ലോകത്തൊരു രാജ്യത്തിനും കഴിയില്ല. അമേരിക്കയുടെ മൊത്തം പോപ്പുലേഷൻ എത്ര വരുന്ന? 30 കോടി താഴെ. നമ്മുടെ ഇവിടെ പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ള ജനങ്ങൾ എത്രയുണ്ട്? അത്രയും വരും. അതിനേക്കാൾ കൂടുതലാണ്, 45 കോടിയുണ്ട്. എന്നുവെച്ചാൽ 45 കോടി ജനങ്ങൾക്ക് പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ളവരാണ് ഇവിടെ ഇന്ത്യയിൽ. എന്നുവെച്ചാൽ 45 കോടി ജനങ്ങളുടെ മാർക്കറ്റ് ഉണ്ട്. അമേരിക്കയിലുള്ള മൊത്തം ജനസംഖ്യയുടെ 90% പേർക്ക് വന്നാൽ 25 കോടിയേ വരുള്ളൂ. ഇവിടെ അതിനേക്കാൾ 20 കോടി കൂടി പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ള ഒരു മാർക്കറ്റ് ഉപേക്ഷിച്ച് പോകാൻ ട്രംപ് വിചാരിച്ചാലും അവിടുത്തെ ട്രേഡേഴ്സ് സമ്മതിക്കില്ല. ഈ ഒരു വസ്തുതയുണ്ട്. കാരണം ഇന്ത്യ ഒരു വലിയ പൊട്ടൻഷ്യൽ ഫ്ലറിഷിങ് ഇക്കോണമിയാണ്, പൊട്ടൻഷ്യൽ മാർക്കറ്റാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ മാർക്കറ്റില്ലേ, ആ മാർക്കറ്റ് വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? ചൈനക്കും അതിൽ താല്പര്യമുണ്ട്, റഷ്യക്കും താല്പര്യമുണ്ട്, ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും താല്പര്യമുണ്ട്. അമേരിക്കക്ക് ഈ മാർക്കറ്റ് നഷ്ടപ്പെട്ടാലുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ മാർക്കറ്റ് നഷ്ടപ്പെട്ടാൽ അപ്പോൾ ട്രംപിന് ഒരു വീണ്ടുവിചാരം ഉണ്ടാകും. അല്ല, ട്രംപ് വീണ്ടുവിചാരത്തിലൂടെ പോയില്ലെങ്കിൽ അമേരിക്കൻ വിപണി തകരും. അതിന്റെ സൂചനയായിരിക്കുമോ ട്രംപിന്റെ? അതാണ് അതിൻ്റെ സംഗതി. പിന്നെ ട്രംപ് ഒരിക്കലും ഒരു രാജ്യത്തിൻ്റെ വിശാലമായ കാഴ്ചപ്പാട് നോക്കിയിട്ട് തീരുമാനമെടുക്കുന്ന ഒരു ഭരണാധികാരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അമേരിക്കയുടെ ചരിത്രത്തിൽ ബാക്കി വന്നേക്കണ എല്ലാവരും അമേരിക്കയുടെ താല്പര്യം അവർക്ക് പരമപ്രധാനമാണ്. കാരണം ഒരു അമേരിക്കയുടെ ഭൂപ്രകൃതി അനുസരിച്ച് തന്നെ അമേരിക്കയിലേക്ക് ഒരു യുദ്ധം നയിക്കാൻ വലിയ പ്രയാസമുണ്ട്, അവിടത്തോളം എത്തണ്ടേ. പക്ഷേ നോർത്ത് കൊറിയ പറയുന്നത് അവരുടെ ആറ്റമിക് ബോംബ് അവിടെ കൊണ്ട് ഇട്ടിട്ട് എന്താണ് അതിൻ്റെ ഇടുന്ന സാധനം ഉണ്ടല്ല, മിസൈല്, ആ മിസൈല് തിരിച്ച് ഇവിടെ വരുമെന്നാണ് പറയണം. നോർത്ത് കൊറിയ ചെറിയൊരു രാജ്യമല്ല, ആറ്റമിക് ബോംബും വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അമേരിക്കയെ ലക്ഷ്യമാക്കിയാണ് നീങ്ങുന്നത്. പിന്നെ ഉക്രൈൻ അമേരിക്കയുടെ വാക്ക് കേട്ടാണ് ഉക്രൈൻ ഇറങ്ങിയത്. ഉക്രൈൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പരിതാപകരമല്ലേ? ആ പ്രസിഡൻ്റായ സെലൻസ്കി പ്രസിഡൻ്റായി 6 മാസം കഴിഞ്ഞപ്പോൾ യുദ്ധം തുടങ്ങിയതാണ്. അയാളുടെ പീരീഡ് കഴിഞ്ഞ് ഇപ്പോഴയാൾക്ക് ഈ മാർഷ്യൽ ലോ നിലനിൽക്കുന്നത് കാരണം മാത്രമാണ് അവിടെ ഇരിക്കാൻ കഴിയുന്നത്. ഈ ലോക സാഹചര്യത്തിൽ അമേരിക്കയുടെ പങ്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അമേരിക്ക പറഞ്ഞല്ല, ഞാൻ 3-ാം ദിവസം ഉക്രൈൻ റഷ്യ യുദ്ധം നിർത്തുമെന്നല്ലേ പറഞ്ഞത്? പോയി പണി നോക്കാൻ പുടിൻ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം, ഗാസ ഞങ്ങൾ ഇപ്പോൾ സമാധാനം കൊണ്ടുവരുമെന്നല്ലേ പറഞ്ഞത്? നെതന്യാഹു കേട്ടതായി ഭാവിക്കുന്നില്ല. അപ്പോൾ പഴയ ഈ ശക്തി എന്താണ്, ആരോഗ്യം നശിച്ച നാട്ടുംപുറത്തെ ഗുണ്ടയുടെ അവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്ക നിൽക്കുന്നത്. പറഞ്ഞിട്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ വേറൊരു കാര്യം, മറ്റ് രാജ്യങ്ങളെല്ലാം സൈനിക എക്യുപ്മെൻറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്നതിലൊക്കെ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഴയ രീതിയിൽ ഞങ്ങൾ പഴയ രാജാക്കന്മാരാണ് എന്ന് പറഞ്ഞാൽ പഴയ തറവാട്ടുകാരാണെന്നും പറഞ്ഞിരിക്കാമെന്നല്ലാതെ കാര്യം നടക്കില്ല. അതുകൊണ്ട്
ട്രംപിന് അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങളെല്ലാം പുനഃപരിശോധിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അമേരിക്കയുടെ മാർക്കറ്റും തകരും. അപ്പോൾ സോറി മോദി അലിയ എന്ന് ട്രംപ് പറയേണ്ടി വരും. ട്രംപ് പറഞ്ഞില്ലെങ്കിൽ അമേരിക്കയുടെ ട്രേഡ് നശിച്ചു പോകും. കാരണം മാർക്കറ്റ് വേണ്ടേ? അതെ. ഒന്നാമത്തെ കാര്യം, അമേരിക്കൻ മാർക്കറ്റ് സാച്ചുറേറ്റഡ് ആണ്. ഇനി അവിടെ പുതിയൊരു കാറ് വാങ്ങിക്കാൻ ആരെങ്കിലും ഉണ്ടോ? പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ള എല്ലാവരും പുതിയ കാറുകൾ വാങ്ങിച്ചു കഴിഞ്ഞ് പിന്നെ പഴയത് ആകുന്നതനുസരിച്ച് പിന്നെ പുതിയത് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സാച്ചുറേറ്റഡ് ഇക്കോണമി കൂടിയാണത്. ഇന്ത്യ ഒരു റൈസിങ് ഇക്കോണമിയാണ്. ആ റൈസിങ് ഇക്കോണമിയിൽ ഡേ ബൈ ഡേ പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ളവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പർച്ചേസിങ് കപ്പാസിറ്റി ട്രംപിന് കാണാതിരിക്കാൻ പറ്റില്ല. ട്രംപ് കണ്ടില്ലെങ്കിൽ അവിടുത്തെ ട്രേഡേഴ്സ് കാണും. അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കളിയ, നമുക്ക് ഒരുമിച്ച് നീങ്ങാം എന്ന് ട്രംപിന് പറയേണ്ടി വരും. ഏതായാലും അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ ആദ്യത്തെ ഡയലോഗ് വന്നു കഴിഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.